ഗൈസ്, എനിക്കൊരു ആനമണ്ടത്തിനെ പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ ആരും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എനിക്കറിയില്ലായിരുന്നു, എനിക്ക് ഒരുപാട് പേര് പറഞ്ഞു തന്നുകൊണ്ട് എന്നെ പോലെ പൊട്ടത്തന്നെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരം ആയിക്കോട്ടെ എന്നിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ബ്ലഡ് വീട്ടിൽ ടെസ്റ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാശിക്കൊണ്ടാണ് എനിക്ക് രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ കുത്തി തന്നെ. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കൈവിരലിനകത്തുനിന്ന് ഈ 5 വിരലിൽ നിന്ന് ഏതെങ്കിലും കുത്തിയാൽ നമ്മൾ ഓർക്കും. പക്ഷേ എങ്കിൽ നടുക്കത്തെ 3 വിരലിൽ നിന്ന് മാത്രമാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് എടുക്കാൻ പാടുള്ളൂ. പിന്നെ ബ്ലഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൈ നല്ലപോലെ വാഷ് ചെയ്ത ശേഷം ആയിരിക്കും എടുക്കണേ. എന്നാലും നമ്മൾ ബ്ലഡ് ഫസ്റ്റത്തെ ഡ്രോപ്പ് വരുമ്പോൾ അതൊന്ന് തട്ടിക്കളഞ്ഞ് രണ്ടാമത്തെ ഡ്രോപ്പും തട്ടിക്കളഞ്ഞിട്ട് ഒരു മൂന്നാമത്തെ ഡ്രോപ്പൊക്കെ നമ്മൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിലാണ് കറക്റ്റ് ആക്യുറേറ്റ് വാല്യൂ കിട്ടും എന്നാണ് പറയണത്. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ടെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ടുള്ളതായിരിക്കുമല്ലോ നമുക്ക് ആ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് ബ്ലഡ് ആദ്യത്തെ 2-3 ഡ്രോപ്പ് കളയണം എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ 98 ആയിരുന്നു കേട്ടോ. അതായത് എനിക്ക് കൂടുതലാണെങ്കിൽ 90 വരാൻ പാടുള്ളൂ. കാശിക്കൊണ്ടാണെങ്കിൽ എനിക്ക് 98 വന്നപ്പോഴേക്കും സങ്കടമായിട്ടോ. 90 വരാൻ പാടുള്ളൂ ഞാനോട് പറഞ്ഞിട്ടുണ്ട്. അന്നേരം എനിക്ക് ഉമ്മയൊക്കെ തന്നെ സമാധാനിപ്പിക്കേണ്ട സാരില്ല, അമ്മ നാളെ കുറേയൊക്കെ എന്നെ എവിടെ നിന്ന് വന്ന് ഗൈസ് എത്രയൊക്കെ ഉണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു 98. അപ്പോൾ എനിക്ക് കിട്ടി ഗൈസ്, കണക്കിന് കിട്ടി. എന്നോട് ഇന്നലെ സർവത്ത് വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ കുടിച്ച് പോയി ഗൈസ്. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റ.